ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് നെല്ലിക്ക ഉപ്പിലിടാവേ. നമ്മൾ കടയിൽ നിന്നൊക്കെ നെല്ലിക്ക ഉപ്പിലിട്ടത് മേടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ? നല്ല എരിവും അതേപോലെ തന്നെ നല്ല ഉപ്പും പുളിയും എല്ലാം കൂടി ചേർന്ന് നമ്മൾ നെല്ലിക്ക കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ലേ? അതേ ടേസ്റ്റ് തന്നെയാട്ടോ ഇന്ന് ഞാനും നെല്ലിക്ക ഉപ്പിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒപ്പം തന്നെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മിന്നൂസ് ടേസ്റ്റി കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊണ്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു 3 ബെല്ലൈക്കൺ കാണുവേ, അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം നെല്ലിക്ക എങ്ങനെ ഉപ്പിലിടുന്ന് നോക്കാം, വേഗം വാ. ഇപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടാനായിട്ട് ഞാൻ 1 കിലോ നെല്ലിക്ക മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് നല്ല മീഡിയം സൈസുള്ള നെല്ലിക്കയാണ്. ഒരുപാട് വലിയ നെല്ലിക്കയല്ല, എന്നാൽ തീരെ പൊടിയായിട്ടുള്ള നെല്ലിക്കയല്ല, ഒരു മീഡിയം സൈസിലുള്ള നെല്ലിക്കയാണ്. നമ്മുടെ വലിയ നെല്ലിക്കയും അതേപോലെ ഇതുപോലെ മീഡിയം സൈസുള്ള നെല്ലിക്ക ഉപ്പിലിടുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാവേ. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ നെല്ലിക്കയും നമുക്ക് കത്തി ഉപയോഗിച്ച് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മുടെ ഉപ്പും പുളിയും അതേപോലെ എരിവും ഒക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കത്തി ഉപയോഗിച്ച് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്താലും മതി. എല്ലാ സൈഡിലും നല്ലതുപോലെ ഒന്ന് കുത്തി ശരിക്കും ഉപ്പൊക്കെ ഒന്നുള്ളിലേക്ക് കയറ്റാൻ വേണ്ടി മാത്രം ചെയ്താൽ മതിയാവും. ഇപ്പം നമ്മുടെ എല്ലാ നെല്ലിക്കയും ഞാൻ കത്തി ഉപയോഗിച്ച് അതേപോലെ ചെയ്ത് വെച്ചതാണ്. നമ്മുടെ കത്തി ഉപയോഗിച്ച് വരയുന്നതിന് മുമ്പേ നെല്ലിക്കയൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകി ശരിക്കും വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാട്ടോ. അതിനുശേഷം മാത്രമാണ് കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വരഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നെല്ലിക്ക എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഈ വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിലുള്ള ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഉപ്പ് കൂടിയോന്ന് നല്ലതുപോലെ ഒന്ന് നോക്കുകയും വേണം. ഇപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ച് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് കറക്റ്റാണോ എന്ന് ഒന്ന് നോക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അവിടെ നിന്ന് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ നെല്ലിക്കയിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കുറച്ച് കാന്താരി മുളകും അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ കാന്താരി മുളകും ഇഞ്ചിയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമ്മുടെ നെല്ലിക്കയ്ക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല എരിവുള്ള പച്ചമുളക് എടുത്താലും മതി. പക്ഷേ കാന്താരി മുളകിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണല്ലോ. കാന്താരി മുളക് ഇടുമ്പോഴാണ് ശരിക്കും ഒരു തനി നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായി വരുന്ന സമയത്താണ് മീഡിയം സൈസുള്ള നെല്ലിക്കയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ സമയത്ത് വലിയ നെല്ലിക്കയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ വെള്ളം നന്നായിട്ട് തിളച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ വലിയ നെല്ലിക്ക പെട്ടെന്ന് കലങ്ങിപ്പോകും. പക്ഷേ മീഡിയം സൈസുള്ള നെല്ലിക്ക ആയതുകൊണ്ട് അത് പെട്ടെന്ന് കലങ്ങിപ്പോകില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെക്കാം. നമ്മുടെ വലിയ നെല്ലിക്കയൊക്കെ കടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കലങ്ങിപ്പോകും. പക്ഷേ മീഡിയം സൈസുള്ള നെല്ലിക്ക ആയതുകൊണ്ട് കലങ്ങിപ്പോകില്ല. നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 4-5 നെല്ലിക്ക ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഉപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളവും നെല്ലിക്കയും നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കളറൊക്കെ മാറി കറക്റ്റ് പാകത്തിനാണ് ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക ഇരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇഞ്ചിയും അതേപോലെ തന്നെ കാന്താരി മുളകും ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പകുതി കാന്താരി മുളക് ഞാൻ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇഞ്ചിയും നന്നായിട്ട് ചതച്ച് വെച്ചതാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള കാന്താരി മുളക് നല്ല നീളത്തിൽ നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ദാ കത്തി ഉപയോഗിച്ച് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കീറി ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്കയിൽ പാകത്തിന് ഉപ്പും അതേപോലെ തന്നെ പാകത്തിന് എരിവുമായിട്ടുണ്ട്. ഇനി നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ചെറിയൊരു പുളിരസം കൂടി നമ്മുടെ നെല്ലിക്കയ്ക്ക് ഉണ്ടാവും. അതിനായിട്ട് നമുക്ക് ഒരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു പുളിക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള വിനാഗിരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇപ്പം നമ്മുടെ വിനാഗിരിയുടെ ചെറിയൊരു പുളിയും അതേപോലെ തന്നെ കാന്താരി മുളകിൻ്റെയും ഇഞ്ചിയുടെയും ചെറിയൊരു എരിവും നല്ല ഉപ്പും കൂടിയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ നമ്മുടെ നെല്ലിക്കയ്ക്കും ഉണ്ടാവും. ഇത് ഇന്ന് തന്നെ എടുക്കരുത്, ഒരു 2 ദിവസമെങ്കിലും വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു പുളിയും എരിവും ഒക്കെ നമ്മുടെ നെല്ലിക്കയിലേക്ക് പിടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമ്മുടെ നെല്ലിക്കയ്ക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതാ ചെറിയൊരു ചില്ലുകുപ്പി ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചതാണ്. പണ്ടൊക്കെ ഭരണിയിലാണ് ഇട്ട് വെക്കുന്നത്. ഇപ്പോൾ ചില്ലുകുപ്പിയിലും അതേപോലെ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെയാണ് നമ്മൾ ഇട്ട് വെക്കുന്നത്. എന്തായാലും കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ നെല്ലിക്ക മുഴുവൻ നമുക്ക് ഈ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കുപ്പിയിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻസൊക്കെ എന്തായാലും എന്നെ അറിയിക്കണേ. ഒപ്പം തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ മിനൂസ് ടേസ്റ്റി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.